ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നെ കണ്ടപ്പോ ചേച്ചിയുടെ മുഖം മങ്ങിയല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ചേച്ചി ഇനി വിഷമിക്കേ വേണ്ട. ദേ, ഇത് പണമാ. അനീഷേട്ടൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ പണം ഇതിനകത്തുണ്ട്. ഒരു രൂപ വാങ്ങണമെങ്കിൽ പോലും ഇപ്പൊ നമ്മള് ചേച്ചിയുടെ ഔദാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അല്ല, അതിന്റെ ജാട ഇപ്പൊ ചേച്ചി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ജാട കാണിച്ചെന്നോ? ചേച്ചി ആരോടും ഒരിക്കലും അഹന്ത കാണിക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഒരു ദേവികേച്ചി ഉണ്ടായിരുന്നു. പക്ഷേ അത് അധികാരവും സ്ഥാനവും ഒക്കെ കയ്യിൽ വന്ന് ചേർന്നപ്പോ ആളാകെ അങ്ങ് മാറി. അബി, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നീ ഇതെന്തടിസ്ഥാനത്തിലാ ദേവിയെ കുറ്റപ്പെടുത്തുന്നേ? ദേവികയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം നിനക്കുണ്ടായോ? ഇന്ന് പാവം അനീഷേട്ടൻ ശമ്പളത്തിൽ നിന്ന് കുറച്ച് തുക അഡ്വാൻസ് ചോദിച്ചു വന്നിരുന്നു. വീട്ടിലെന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അനീഷേട്ടൻ അഡ്വാൻസ് ചോദിച്ചത്. പക്ഷെ ദേവികേച്ചി അത് കണ്ട ഭാവം നടിച്ചില്ല. അഡ്വാൻസ് തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് ചേച്ചി അനീഷേട്ടനെ ഒരു ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു വിട്ടു. അല്ല, അത് ശരിയാണോ? അബി, എടാ, നീ എന്ത് വർത്താനം ഈ പറയുന്നേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞതിൽ എന്താ പോരായ്മ? ഡാ, ദേവിയേച്ചി പറഞ്ഞ എന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയാണോ പറയുന്നത്? ഡാ, അനീഷേട്ടന് പണം കൊടുക്കാൻ പറ്റില്ലെന്നാണോ ദേവിയേച്ചി പറഞ്ഞത്? അങ്ങനെയൊന്നും ദേവിയേച്ചി പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ട് പണം കൊടുക്കാന്നല്ലേ ദേവിയേച്ചി പറഞ്ഞോളൂ. എടാ, അതിനെന്തിനാ നീ ഇങ്ങനെ ദേവിയേച്ചി കുറ്റം പറയുന്നേ? ദേവികേച്ചിയുടെ പെരുമാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത് അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും അതിപ്പോ മനസ്സിലായില്ലെങ്കിൽ വൈകാതെ നിങ്ങളത് തിരിച്ചറിഞ്ഞോളൂ. ഇപ്പോ ദേവിക ചേച്ചിയെ കൊമ്പത്തെടുത്ത് വെക്കുന്ന നിങ്ങള് ഇത് ഓർത്തോർത്തു പശ്ചാത്തപിക്കും. അബി, നീ എന്താണ് ഈ പറയുന്നേ? വല്യമ്മയുടെ പ്രിയപ്പെട്ട മരുമകള് ഇപ്പൊ എവിടെയുണ്ടെന്ന് വല്യമ്മയ്ക്ക് അറിയോ? ആ മരുമകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപമുണ്ടോ? അറിയില്ല. ദേവിക ചേച്ചി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ശ്രീലേ, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നെന്ന് അച്ഛൻ അറിയില്ലേ? എനിക്ക് ചിന്തിക്കാൻ ഒന്നു മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ ജീവിതം, അവളുടെ ഭാവി. അതെന്താവുന്ന ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകലേ, ദേവിക നിന്നോട് പറഞ്ഞത് നീ ഓർമ്മിക്കുന്നില്ലേ? നിന്നോട് സമാധാനമായിട്ടിരിക്കാനല്ലേ അവള് പറഞ്ഞേ? അവൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്ന് കരുതി എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? ഓർമ്മ നഷ്ടപ്പെട്ട സിദ്ധുവായി ഒരിക്കലും അവളുടെ വിവാഹം നടത്താൻ പാടില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഓർമ്മ വരുമ്പോ അവന് നമ്മളെ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്റെ മോളെ പോലും അവൾ ഓർമ്മിക്കുന്നില്ല എന്നല്ലേ അവള് നമ്മളോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അവൾ അവനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ കൂടെ താമസിക്കുന്നതില് എന്ത് പ്രയോജന? ഓർമ്മ വരുമ്പോ സിദ്ധു എന്റെ മോളെ കറിവേപ്പില പോലെ വലിച്ചെറിയില്ലേ? ഇപ്പൊ അതേക്കുറിച്ചൊന്ന് ആലോചിച്ച് അസ്വസ്ഥയാകണ്ട നീ. സമയാവട്ടെ, സിദ്ധുവിന്റെ അസുഖം ഭേദാവട്ടെ. അവന്റെ അസുഖം പൂർണ്ണമായി മാറിയാൽ മാത്രമേ നമ്മുടെ ഈ സംശയത്തിന് വ്യക്തമായ ഉത്തരം കിട്ടുകയുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കാത്തിരുന്ന് ഒടുവിൽ എന്റെ മോളുടെ ജീവിതം ഉരുകി തീരും. അവനൊരാണാ. എന്റെ മോളെ ഉപേക്ഷിച്ചാലും അവന് വേറെ ജീവിതം കിട്ടും. പക്ഷെ അതുപോലെയാണോ എന്റെ മോള്? സിദ്ധുവിനെ ഓർമ്മ കെട്ടിയിട്ട് തീരുമാനം എടുക്കാന്ന് കരുതിയ ഒരു പക്ഷേ എന്റെ മോളുടെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വരും. നീ ഇപ്പൊ പറഞ്ഞ അവസ്ഥയെക്കുറിച്ചൊക്കെ അവള് ചിന്തിക്കാതിരിക്കോ? അവള് ചിന്തിച്ചാലും ശരി, ചിന്തിച്ചില്ലെങ്കിലും ശരി, അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതത്തിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. പാർക്കിൽ വെച്ചുള്ള അവളുടെ സംസാരത്തിൽ നിന്നും അവള് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി.
ഭദ്രനെ കുറിച്ചുള്ള പേടി മാത്രമല്ല, വേറെയും എന്തൊക്കെയോ അപകടങ്ങൾ അവളുടെ ചുറ്റിനും പതിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കാനുണ്ടെന്നല്ലേ അവള് നമ്മളോട് പറഞ്ഞത്. അത് തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തെങ്കിലും ആപത്തിനെ കുറിച്ച് തന്നെയാവും. ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്ത ആദ്യ മോളെ. അതിന്റെ ഒരു ആവശ്യമില്ലമ്മേ. എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടെന്നുള്ളത് നേര് തന്നെയാ. എന്നേരത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ. ആ അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാം. ആഹാ, അത് മതി. ആ മക്കള് വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറുവാ. മലകടമേ, മലകടമ്മയ്ക്ക് ചോക്ലേറ്റ് ആണോ? അമ്മേ, മോളൊന്നും കാര്യാക്കണ്ട. നിന്നോട് അകൽച്ച കാണിച്ചിരുന്ന ആളല്ലേ ശ്രീകല. ഇപ്പോ അവളുടെ അകൽച്ച മാറി മോളോട് സംസാരിക്കാൻ തുടങ്ങില്ലേ. അതുപോലെ സിദ്ധുവിനോടുള്ള വിരോധവും കാലക്രമേണ ശ്രീകലയിൽ നകന്നു പോവും. മോള് സമാധാനിക്കേ. ആ മക്കള് വാ. ആ മുത്തശ്ശ, മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ടോ? അവളകത്തുണ്ട്. നിങ്ങൾ വാ. ആ വാ മതി വാ. ഹായ്. എന്നെ കണ്ടപ്പോ ചേച്ചിയുടെ മുഖം മങ്ങിയല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ചേച്ചി ഇനി വിഷമിക്കേ വേണ്ട. ദേ, ഇത് പണമാ. അനീഷേട്ടൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ പണം ഇതിനകത്തുണ്ട്. ചേച്ചി ഇനി സന്തോഷത്തോടെ കല്യാണത്തിന് പോണം. ഇത് വാങ്ങിക്ക ചേച്ചി, വാങ്ങിക്ക ചേച്ചി. അനീഷേട്ടൻ എന്നോട് അഡ്വാൻസ് ആയിട്ട് പണം ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഓഫീസിൽ എനിക്ക് ഉണ്ടായിരുന്നു. പണം അനുവദിക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ടെങ്കിലും അവിടുത്തെ അങ്ങളുടെ അറിവില്ലാതെ എനിക്കത് ചെയ്യാനൊന്നും ആവില്ല. അതായിരുന്നു ഒരു റീസൺ. പിന്നെ പണം മുഴുവൻ ചേട്ടൻ കൊണ്ടുവന്ന് അത് ചേച്ചിയെ ഏൽപ്പിക്കൂ എന്നൊരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു.